ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പഞ്ചതന്ത്രത്തിലെ ഒരു പുതിയ കഥ കൂടി പറയാം. അതിന്റെ പേരാണ് മാലാഖയും ദുർമന്ത്രവാദിനിയും. ഹർകേഷ് നഗർ എന്ന ഗ്രാമത്തിന് സമീപം ഒരു ഘോര വനമുണ്ടായിരുന്നു. അതിൽ ധാരാളം മൃഗങ്ങൾ വസിക്കുന്നു. ആ വനത്തിൽ ചെറിയൊരു വീടുമുണ്ടായിരുന്നു. ആ വീടിനെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ആ വീട്ടിലാണ് പ്രിഷ എന്നു പേരായ ഒരു സുന്ദരിയായ മാലാഖ വസിച്ചിരുന്നത്. പ്രിഷയുടെ മുടി വളരെ മനോഹരമായിരുന്നു. അവൾക്ക് ഗാനാലാപനം വലിയ ഇഷ്ടമായിരുന്നു. അവൾ ദിവസവും രാവിലെ തന്റെ മധുര ശബ്ദത്തിൽ പാട്ടുപാടുമായിരുന്നു. അവളുടെ പാട്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മൃഗങ്ങളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുമായിരുന്നു. പ്രിഷ എല്ലാ മൃഗങ്ങളെയും ഒരുപാട് ഗൗനിച്ചിരുന്നു. താൻ മൂലം പ്രിഷയും മൃഗങ്ങളും തമ്മിൽ വളരെ നല്ല സൗഹൃദത്തിലായിരുന്നു. ഒരു ദിവസം ആ വനത്തിൽ കായറ എന്നു പേരായ ശക്തിശാലിയായ ദുർമന്ത്രവാദിനി പ്രിഷയെ തേടി അവിടെ എത്തി. മാന്ത്രിക യന്ത്രമനുസരിച്ച് മാലാഖ ഈ വനത്തിൽ തന്നെ ഉണ്ടാകണം. ആ പ്രിഷ എന്നെ വല്ലാതെ ശല്യപ്പെടുത്തി. ഇന്ന് ഞാൻ അവളെ തടവിലാക്കിയിട്ടേ അടങ്ങൂ. കായറ ദുർമന്ത്രവാദിനി വനത്തിൽ പ്രിഷയെ അന്വേഷിക്കാൻ ആരംഭിക്കുന്നു. മാലാഖയെ തേടി അവൾ താമസിക്കുന്ന ആ വീടിനടുത്തെത്തുന്നു. കായറ വീടിനകത്ത് കടന്നു നോക്കുമ്പോൾ പ്രിഷ തന്റെ സുവർണ മുടികൾ ചീകിയൊതുക്കുകയാണ്. ഇനി രക്ഷപ്പെട്ട് എവിടെ പോകാനാ? അവസാനം ഞാൻ നിന്നെ കണ്ടെത്തിക്കഴിഞ്ഞു. നീ എങ്ങനെ ഇവിടെ വന്നു? നിന്നെ ഞാൻ ബോട്ടിൽ അടച്ചതായിരുന്നല്ലോ. നീ വളരെ സമൃദ്ധമായി തന്നെ എന്നെ ബോട്ടിലിൽ അടച്ചതായിരുന്നു. പക്ഷെ നീ ബോട്ടിലിന്റെ അടപ്പ് മുറുക്കി അടയ്ക്കാൻ മറന്നുപോയിരുന്നു. അതിനാൽ ഞാൻ ആ ബോട്ടിലിൽ നിന്ന് സ്വതന്ത്രയായി. എന്ത്? നീ ഇതെന്താ പറയുന്നത്? ഞാൻ ഇത്രയും വലിയ അബദ്ധം കാണിക്കുവോ? നീ മാത്രമേ ഈ അബദ്ധം കാണിക്കുകയുള്ളൂ. കാരണം നീ അത്രയ്ക്ക് വലിയ വിഡ്ഢിയാണല്ലോ. പക്ഷെ ഞാൻ ഈ അബദ്ധം കാണിക്കില്ല. എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കൂ. ഈ വനത്തിലെ മൃഗങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ട്. ഇനി നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ അതിന് ഞാൻ തന്നെ വിചാരിക്കണം. പ്രിഷ ആ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഠിനമായി പ്രയത്നിക്കുന്നു. പക്ഷെ അവളുടെ മന്ത്രങ്ങളൊന്നും കായറയുടെ മായജാലത്തിന് മുന്നിൽ വിലപ്പോകുന്നില്ല. പ്രിഷ ആ കൂടിനുള്ളിൽ കുരുങ്ങിക്കഴിയുന്നു. എന്റെ സുഹൃത്തുക്കൾ എന്നെ രക്ഷപ്പെടുത്തും. അപ്പോൾ നിനക്കൊന്നും ചെയ്യാനാവില്ല. നിന്റെ ചങ്ങാതിമാർ നിന്നെ രക്ഷിക്കണമെങ്കിൽ അവരിതറിഞ്ഞിട്ട് വേണ്ടേ അവരുടെ മാലാഖ എന്റെ തടവിലാണെന്ന്? അവരെല്ലാവരും എന്നെ തേടി തീർച്ചയായും ഇവിടെ വരും. അപ്പോൾ നീ എന്ത് ചെയ്യും? കാണണമെന്നുണ്ടോ ഞാൻ എന്തു ചെയ്യുമെന്ന്? എങ്കിൽ കണ്ടോ. കായറ സ്വന്തം രൂപം മാറ്റി പ്രിഷയുടെ രൂപത്തിലാകുന്നു. എന്നിട്ട് വനത്തിൽ കറങ്ങാനായി പുറപ്പെടുന്നു. കായറ എല്ലാ മൃഗങ്ങളെയും ശല്യപ്പെടുത്താൻ തുടങ്ങുന്നു. അവൾ തന്റെ മന്ത്രശക്തി കൊണ്ട് മൃഗങ്ങളെ മരത്തിലൊട്ടിക്കുകയും അവയെ പ്രതിമയാക്കുകയും ഒക്കെ ചെയ്യുന്നു. എല്ലാ മൃഗങ്ങളും വല്ലാതെ ബുദ്ധിമുട്ടുന്നു. ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താനായി വനരാജാവായ സിംഹം ഒരു സഭ സംഘടിപ്പിക്കുന്നു. എല്ലാ മൃഗങ്ങളും അതിൽ പങ്കെടുക്കുന്നു. ആർക്കറിയാം പെട്ടെന്ന് ഈ മാലാഖയ്ക്ക് എന്താ പറ്റിയതെന്ന്. അവള് നമ്മുടെ ജീവിതം ദുഷ്കരമാക്കി. മഹാരാജൻ, വളരെ ശരിയാണ് അങ്ങ് പറഞ്ഞത്. മുൻപ് ഈ മാലാഖ വളരെ നല്ലവളും ശാന്ത സ്വഭാവക്കാരിയായിരുന്നു. പെട്ടെന്ന് ഇത്രയ്ക്ക് ദുഷ്ടയായത് എങ്ങനെയാ? ചിലപ്പോൾ അവൾ നല്ലവളാണെന്ന് വെറുതെ കാണിച്ചതാണെങ്കിലോ? നമ്മുടെ എല്ലാം മനസ്സിൽ അവൾക്ക് ഒരു ഇടം കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നു. നമ്മൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തിയേ ഒക്കൂ. മഹാരാജൻ, എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ മാലാഖയെ ഈ വനത്തിൽ നിന്ന് പുറത്താക്കണം. അത് നല്ല കാര്യമാണ്. ഞാൻ ഇപ്പോ തന്നെ പോയി ആ മാലാഖയോട് വനത്തിൽ നിന്ന് പോകാൻ പറയാം. എല്ലാ മൃഗങ്ങളും അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. സിംഹം കായറയെ അന്വേഷിച്ച് വനത്തിൽ കറങ്ങാൻ തുടങ്ങുന്നു. കുറെ അധികം നേരം അന്വേഷിച്ചിട്ടും സിംഹത്തിന് കായറയെ കാണാൻ പറ്റാത്തതുകൊണ്ട് അവൻ ഒരു മരത്തിന് ചുവട്ടിൽ ഇരിക്കുന്നു. അപ്പോൾ മുന്നിൽ നിന്ന് കായറ വരുന്നതായി അവൻ കാണുന്നു. സിംഹം പെട്ടെന്ന് എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് പോകുന്നു. നിൽക്കു പ്രിഷ, നിന്റെ ശല്യം കൊണ്ട് പൊറുതിമുട്ടിയിട്ട് വനത്തിലെ എല്ലാ മൃഗങ്ങളും നിന്നെ ഈ വനത്തിൽ നിന്ന് പുറത്താക്കാൻ നിർണയം എടുത്തിരിക്കുക. നീ എന്താ പറഞ്ഞത്? മൃഗങ്ങളായ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കുമെന്നോ? നിൽക്ക്, ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരെയും ശരിയാക്കാം. കായറ തന്റെ മന്ത്രശക്തി കൊണ്ട് സിംഹത്തെ ഒരു പ്രതിമയാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് പോകുന്നു. വീടിനടുത്തെത്തിയ ഉടനെ അവർ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി വരുന്നു. ഒരു മരത്തിലിരുന്ന കുരങ്ങൻ ഇതെല്ലാം കാണുന്നു.
മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്ന മാലാഖ യഥാർത്ഥത്തിൽ ഒരു ദുർമന്ത്രവാദിനിയാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. അത് ശരി. അപ്പോ ഇതാണ് കാര്യം. മൃഗങ്ങളെ ശല്യപ്പെടുത്തുന്ന മാലാഖ സത്യത്തിൽ ഒരു ദുർമന്ത്രവാദിനിയാണ്. അപ്പൊ യഥാർത്ഥ മാലാഖ എവിടെ പോയി? അതെനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും. കുരങ്ങച്ചൻ ആലോചനയിലാണ്ടു. ഏറെ നേരം ആലോചിച്ചതിന് ശേഷം കുരങ്ങച്ചൻ ഒരു മാർഗം കണ്ടെത്തുന്നു. അവൻ കായറയ്ക്ക് പിന്നാലെ ആ വീടിനുള്ളിലേക്ക് കടക്കുന്നു. അപ്പോൾ യഥാർത്ഥ മാലാഖ ഒരു കൂടിനുള്ളിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നു. അവൻ തന്റെ കൂർമ്മ ബുദ്ധി ഉപയോഗിച്ച് ഒരു ഉപായം കണ്ടെത്തുന്നു. എന്നിട്ട് കായറയ്ക്ക് മുൻപിലേക്ക് ചെല്ലുന്നു. മഹാറാണി ജയിക്കട്ടെ, മഹാറാണി ജയിക്കട്ടെ. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ വീടിനുള്ളിൽ പ്രവേശിക്കാൻ? ഇനി നോക്കിക്കോ ഞാൻ നിന്നെ എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. ഏയ് മഹാറാണി ഒന്നും ഇല്ലേ, ഞാൻ നിങ്ങളെ സഹായിക്കാനായി വന്നതാണ്. എന്നെ സേവിക്കാനായിട്ടോ? എന്തിന്? നീ മാലാഖയുടെ പക്ഷത്തായിരുന്നില്ലേ? ആയിരുന്നു, പക്ഷെ അത് എന്റെ ഗതികേട് കൊണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആ മാലാഖയെ ഒട്ടും തന്നെ ഇഷ്ടമല്ല. ഓഹോ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് തൊട്ട് നീ എന്റെ സേവകനാണ്. പക്ഷെ സൂക്ഷിച്ചോ, എന്നോട് അതിസാമർത്ഥ്യം കാണിച്ചാൽ അത് നല്ലതായിരിക്കില്ല. കുരങ്ങും കായറയും രണ്ടുപേരും ഒരുമിച്ച് താമസം തുടങ്ങുന്നു. രണ്ടുപേരും കൂടി കാട് മുഴുവൻ ഭീകരത സൃഷ്ടിക്കുന്നു. വനത്തിലെ എല്ലാ മൃഗങ്ങൾക്കും കുരങ്ങിനോട് ദേഷ്യം തോന്നുന്നു. ദിവസങ്ങൾ കടന്നുപോയതോടെ കായറ കുരങ്ങിനെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. ഒരു ദിവസം കായറയും കുരങ്ങും വീട്ടിലിരിക്കുമ്പോൾ കുരങ്ങ് ചോദിക്കുന്നു, മഹാറാണി, എങ്ങനെയാ നിങ്ങൾ ഈ മാലാഖയെ തടവിലാക്കിയത്? ഇവള് വലിയ ശക്തിശാലിയല്ലേ? പക്ഷേ ഞാനൊരു പ്രത്യേക മന്ത്രം ജപിച്ചാണ് ഇവളെ തടവിലാക്കിയത്. ഇവളെ ഈ കൂട്ടിൽ കിടക്കുന്നിടത്തോളം കാലം ഒരു ശക്തിയും ഇവൾക്ക് പ്രയോഗിക്കാൻ കഴിയില്ല. ഇതൊരു മാന്ത്രിക തടവറയാണ്. ഇതിൽ എന്റെ മന്ത്രം മാത്രമേ വിലപ്പോവുള്ളൂ. പ്രത്യേക മന്ത്രമോ? എങ്കിൽ എനിക്കും ആ മന്ത്രം പഠിപ്പിച്ചു തരൂന്നേ. ഞാൻ ആ മന്ത്രം ജപിച്ചുകൊണ്ട് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും കൂട്ടിനുള്ളിൽ അടയ്ക്കാം. ശരി, പക്ഷെ സൂക്ഷിക്കണം. ഈ മന്ത്രത്തെക്കുറിച്ച് ആരും അറിയാൻ ഇടവരരുത്. ആജ്ഞ പോലെ മഹാറാണി. ഞാൻ ഇതേക്കുറിച്ച് ആരോടും പറയാൻ പോകുന്നില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കൂട്ടിൽ അടയ്ക്കപ്പെടുന്ന ജീവിയെ തടവിലാക്കിയ ആൾക്ക് മാത്രമേ അതിനെ പുറത്തിറക്കാൻ കഴിയൂ. ഇതിനർത്ഥം ഈ വിഡ്ഢിയായ മാലാഖയെ അങ്ങേക്കല്ലാതെ വേറെ ആർക്കും പുറത്തിറക്കാനാവില്ലല്ലേ? കൊള്ളാമല്ലോ, ഇത് അതിശയമായിരിക്കുന്നു. കായറ കുരങ്ങിനെ ആ പ്രത്യേക മന്ത്രം പഠിപ്പിക്കുന്നു. കുരങ്ങ് ആ മന്ത്രം പഠിച്ച ഉടനെ അത് ആ ദുർമന്ത്രവാദിനിയിൽ പ്രയോഗിക്കുന്നു. ആഹാ, നീ ഈ കൂട്ടിനുള്ളിൽ എത്ര മനോഹരിയായിരിക്കുന്നു. എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല. അഥവാ നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നീ ഈ മാലാഖയെ മോചിപ്പിക്ക, ഇല്ലെങ്കിൽ എന്നേക്കുമായി ഇതിനകത്ത് തന്നെ കിടന്നോ. കായറ കൂട്ടിൽ നിന്ന് പുറത്തു കടക്കാനായി തന്റെ ശക്തി പ്രയോഗിക്കുന്നുണ്ടെങ്കിലും അവർക്ക് പുറത്തു കടക്കാനാവുന്നില്ല. കുരങ്ങൻ ഈ കാഴ്ച കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. ഒരു പ്രയോജനവുമില്ല. നിന്റെ മന്ത്രശക്തി ഈ കൂടിനുള്ളിൽ തീർച്ചയായും ഏൽക്കുമായിരിക്കും. പക്ഷെ പുറത്തു കടക്കണമെങ്കിൽ എന്റെ സഹായം തന്നെ വേണം. നല്ലതിതാണ്, നീ ഈ മാലാഖയെ മോചിപ്പിക്കുക. ഒപ്പം തന്നെ എന്റെ എല്ലാ കൂട്ടുകാരെയും മുൻപത്തെ പോലെ തന്നെ ആക്കുക. ശരി, ഞാൻ ഇപ്പോൾ തന്നെ എല്ലാവരെയും നേരെയാക്കാം. ഈ മാലാഖയെ മോചിപ്പിക്കുകയും ചെയ്യാം. അതിനുശേഷം നീ എന്നെയും മോചിപ്പിക്കണം. കായറ ഉടൻ തന്നെ മാലാഖയെ സ്വതന്ത്രയാക്കുന്നു. കുരങ്ങ് വനത്തിലെ എല്ലാ മൃഗങ്ങളെയും വീട്ടിൽ വിളിച്ചു വരുത്തി അവരോട് കാര്യങ്ങളെല്ലാം പറയുന്നു. മാലാഖ സ്വതന്ത്രയായത് കണ്ട് എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷിക്കുന്നു. കുരങ്ങിനോട് അവർ നന്ദി പറയുന്നു. അയ്യോ, ഇനി ആരെങ്കിലും എന്നെ മോചിപ്പിക്കൂ. ഈ കൂട്ടിൽ എനിക്ക് ശ്വാസം മുട്ടുന്നു. മോചിപ്പിക്കാനോ? അതും നിന്നെ? ഒരിക്കലുമില്ല. ഇനി ഈ കൂട് തന്നെയാണ് നിന്റെ വീട്. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: നാം എപ്പോഴും നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യണം. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.